കാനഡയിൽ പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിൽ ജീവിത ചെലവ് കുതിച്ചുയരുകയാണ്. ഇവിടെ നിരവധി കുടിയേറ്റക്കാർ വളർന്നുവരുന്ന സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഭവനം, ഭക്ഷണം, ആവശ്യ ചെലവുകൾ എന്നിവ വർദ്ധിച്ചു വരുന്നതിനാൽ പുതിയ താമസക്കാർ വിദേശത്ത് സ്വയം നിലനിർത്താൻ നിരവധി തന്ത്രങ്ങൾ അവലംബിക്കുന്നുണ്ട്. അത്തരമൊരു രീതി ഓൺലൈനിൽ വ്യാപകമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കാനഡയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരിയായ ഓസ്ട്രേലിയയിൽ നിന്നുള്ള 37 വയസ്സുള്ള മോണിക് ജെറമിയ എന്ന സ്ത്രീ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ തന്റെ അസാധാരണമായ വരുമാനമുണ്ടാക്കുന്ന തന്ത്രം പങ്കുവച്ചു. ഇവർ വാടകയ്ക്ക് കൊടുക്കുന്നത് വീടോ റൂമോ ഒന്നുമല്ല, താൻ കിടക്കുന്ന കട്ടിലിന്റെ പാതി ഭാഗം വാടകയ്ക്ക് കൊടുക്കുകയാണിവർ. COVID-19 ലോക്ക്ഡൌൺ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വ്യക്തിപരമായ വെല്ലുവിളികളും ഇവർ നേരിട്ടിരുന്നു. വിവാഹമോചനവും പെട്ടെന്നുള്ള വരുമാന നഷ്ടവും ഉൾപ്പെടെ നേരിട്ടപ്പോൾ മോണിക് അസാധാരണമായ ഒരു പരിഹാരം കണ്ടെത്തിയത്. തന്റെ ഭർത്താവ് പോയതിനു ശേഷം തന്റെ കിടക്കയുടെ പകുതിയോളം ഭാഗം കാലിയാണെന്നും ഈ ഭാഗമാണ് താൻ വാടകയ്ക്ക് കൊടുക്കുന്നതെന്നും മോണിക് പറയുന്നു. ദിവസക്കണക്കിനാണ് വാടക. ഹോട്ട് ബെഡിംഗ് എന്നാണ് സൈബർ ലോകത്ത് ഈ ട്രെൻഡ് അറിയപ്പെടുന്നത്. ഒരു മാസം $50,000, അതായത് 42 ലക്ഷത്തിലധികമാണ് ജെറമിയ സമ്പാദിക്കുന്നത്. കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ക്രമീകരണത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒപ്പം കിടക്കുമ്പോൾ വ്യക്തിയെ പൂർണ്ണമായി ബഹുമാനിക്കുകയും മറ്റൊന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യണം എന്നതടക്കം ഒരു സെറ്റോളം നിയമങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.